ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു യു ആൻഡ് മീ ലേണിംഗ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ യൂണിറ്റ് വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ്. പ്രവൃത്തി തന്നെയാണ് വർഷിപ്പ്, ആരാധന എന്നാണ് ഇവിടെ പറയുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുടെ അധ്വാനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കാറൊന്നുമില്ല. കർഷകനില്ലെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ കൂട്ടുകാരെ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ? ഇല്ല. ഈ ഭക്ഷണം കഴിക്കാണ്ട് ആളുകൾ പട്ടിണി മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ആര്? കർഷകർ എന്നാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ 3 പാഠഭാഗങ്ങളുണ്ട്. യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് തന്നിരിക്കുന്ന ഒരു കൊച്ചു കഥയുടെ ഭാഗം നോക്കൂ കൂട്ടുകാരെ. ഇവിടെ നമുക്ക് ഗ്രാസ് ഹോപ്പറിനെയും കുറച്ച് ആൻസിനെയും കുറച്ച് ഉറുമ്പുകളെയും കാണാം. അപ്പോൾ നമ്മുടെ ഈ പുൽച്ചാടി ചോദിക്കുകയാണ്, ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദി സമ്മർ ഡിലൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഹോപ്പർ പറയാണ്, കൂട്ടുകാരി വായോ നമുക്ക് കളിക്കാൻ പോകാമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ വേനൽക്കാലമല്ലേ, നല്ല സമയമാണ്, മഴയൊന്നുമില്ല, അപ്പോൾ കളിക്കാൻ പറ്റിയ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ ഉറുമ്പുകൾ പറയണത്, നോ, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. വരാൻ പോകുന്ന മഴക്കാലത്തേക്ക് വേണ്ടി ആഹാരം ശേഖരിച്ചു വെക്കണം ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ ഗ്രാസ് ഹോപ്പർ ചോദിക്കുകയാണ്, വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്, വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫുഡ് നൗ. ഇപ്പം ഇഷ്ടം പോലെ ഭക്ഷണം നമുക്ക് കിട്ടാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ മഴക്കാലത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണേ? അപ്പോൾ ഉറുമ്പുകൾ പറയാണ്, വി ഹാവ് നോ ടൈം ടു പ്ലേ, വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. ഞങ്ങൾക്ക് സമയമില്ല കളിക്കാനായിട്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഞങ്ങൾക്കതുകൊണ്ട് കളിക്കാൻ തീരെ സമയമില്ല, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ വരിയായിട്ട് പോകുന്നതുണ്ടോ കൂട്ടുകാരെ? അപ്പോൾ ഇവിടെ നിന്നും വൈ ഡു ദി ആൻസ് വർക്ക് ഹാർഡ്, എന്തിനാണ് ഈ ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുന്നത്? മഴക്കാലത്തേക്ക് വേണ്ടി ആഹാരം ശേഖരിച്ചു വെക്കാൻ അല്ലേ, ടു കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ എന്നാണ് ആൻസർ. See the next question. What do you think will happen during the rainy days? മഴക്കാലത്ത് എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? During the rainy season, ants will enjoy the food that they collected, but the grasshopper will suffer in the rainy season without food. മഴക്കാലം വരുമ്പോൾ നമ്മുടെ ഉറുമ്പുകൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അവർ നല്ല ഹാപ്പി ആയിട്ട് അവർ ശേഖരിച്ച് വെച്ച ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയും. പക്ഷേ ഗ്രാസ് ഹോപ്പർ പട്ടിണി കിടക്കാനാണ് സാധ്യത, സഫർ ചെയ്യേണ്ടി വരും, ഫുഡില്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വരും. ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? നിങ്ങൾ ഈ പുൽച്ചാടിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്ത് ഉപദേശമാണ് കൊടുക്കുക? അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. ഗ്രാസ് ഹോപ്പറെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വർക്ക് ഹാർഡ് ഓൾവേസ്, വർക്ക് ഈസ് വർഷിപ്പ്. സമയം വെറുതെ പാഴാക്കരുത്, എപ്പോഴും കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം തന്നെയാണ് യഥാർത്ഥ ആരാധന. ഇവിടെ മറ്റൊരു ചിത്രം നോക്കൂ കൂട്ടുകാരെ. അച്ഛനും അമ്മയും 2 മക്കളും വ്യത്യസ്തമായ ഓരോ പണികൾ ചെയ്യാണല്ലേ, ഒക്കെ വീട്ടിലെ പണികളാണ്. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? എന്താണ് ഇവർ ചെയ്യണതെന്ന് ചോദിക്കണേ. ദ പീപ്പിൾ ആർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക്സ്. വ്യത്യസ്തമായ ജോലികൾ ചെയ്യാണ്. ഹൂ ഡസ് ദ വർക്ക് അറ്റ് ഹോം? വീട്ടിൽ പണികൾ സാധാരണ ആരാണ് ചെയ്യുക കൂട്ടുകാരെ? മദർ അല്ലേ, മദർ. ആർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഹിയർ? ഇവിടെ എല്ലാ വർക്കുകളും എല്ലാവരും കൂടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും, വീട്ടിലെല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമുണ്ട്. എന്ത്? വീട്ടിലത്തെ പണികൾ ചെയ്യാനായിട്ട് അല്ലേ? അങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അതെ. കാരണം ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എവ്രി വൺ ഈസ് ഡൂയിങ് വൺ ഓർ അതർ വർക്ക് അറ്റ് ഹോം. ഓരോരുത്തരും ഒന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ
ഇതല്ലെങ്കിൽ അത്, മറ്റേതെങ്കിലും വർക്ക് വീട്ടിൽ ചെയ്യുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇൻട്രൊഡക്ഷൻ അവസാനിച്ചു. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം, കഠിനാധ്വാനത്തിൻ്റെ ആവശ്യകത, ഒന്നിച്ചുള്ള ഒരുമിച്ച് കൂടി മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിലേക്ക് സ്വയം അധ്വാനിക്കുന്ന ഒരു തലമുറ, അതൊക്കെയാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ യൂണിറ്റിലൂടെ 3 പാഠഭാഗങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കർഷകർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കഠിനാധ്വാനം ഇല്ല എങ്കിൽ ഈ ഭൂമിക്കൊരു നിലനിൽപ്പില്ല എന്നാണ്. അപ്പോൾ ആദ്യത്തെ പാഠഭാഗം നോക്കൂ കൂട്ടുകാരെ. ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ധാന്യമണി. അപ്പോൾ ഒരു മുട്ടയോളം, ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ള ധാന്യമണി എന്നാണ് ടൈറ്റിലിൻ്റെ അർത്ഥം. അപ്പോൾ ധാന്യമണി നമുക്കറിയാം, ധാന്യമണിയൊക്കെ വളരെ കുഞ്ഞതാണ് അല്ലേ, ഏത് ധാന്യമായാലും. ഇപ്പോൾ ഗോതമ്പായിക്കോട്ടെ, അരിമണി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചോളമായാലും, ചോളം പിന്നെയും കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. I shall read the first paragraph. One day some children found in a ravine an object shaped like a grain of corn, with a groove down the middle, but as large as a hen's egg. A traveler passing by saw it. He bought it from the children for a penny. He took it to the town and sold it to the king as it was a curious one. ഒരു ദിവസം കുറച്ച് കുട്ടികൾ, ഇവിടെ 2 കുട്ടികളെയാണ് ചിത്രത്തിൽ കാണിക്കുന്നത് അല്ലേ. മലടിവാരത്ത് നിന്നും കുറച്ച് കുട്ടികൾക്ക് ഒരു വസ്തു കിട്ടി. അതൊരു ചോളമണി പോലെയാണ് തോന്നിച്ചത്, പക്ഷെ നല്ല വലിപ്പം, കോഴിമുട്ടയോളം വലിപ്പമുണ്ട്. അപ്പോൾ ആ വഴിക്ക് നടന്നു വന്ന ഒരു യാത്രക്കാരൻ, ഇത് കണ്ട് കുറച്ച് കാശ് കൊടുത്ത് സ്വന്തമാക്കി ഈ സംഭവം മേടിച്ചു. എന്നിട്ട് ഇത് രാജാവിന് കൊണ്ടേ കൊടുത്തു, രാജാവിന് കൊണ്ടേ വിറ്റു. കാരണം ഇതൊരു റയറായിട്ടുള്ള വസ്തുവാണ് എന്ന് ആൾക്ക് മനസ്സിലായി. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വസ്തുവാണെന്ന് മനസ്സിലായി, കാരണം അത് രാജാവിന് കൊണ്ടേ കൊടുത്തു എന്നാണ് പറയുന്നത്. ദ കിങ് കോൾഡ് ഓൾ ഹിസ് വൈസ് മെൻ. ഇത് കണ്ടപ്പോൾ രാജാവ് തൻ്റെ പണ്ഡിതന്മാരെല്ലാവരെയും വിളിച്ചു കൂട്ടി. ആൻഡ് ടോൾഡ് ദം ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ് വാസ്. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് ഈ സാധനം, വേഗം കണ്ടുപിടിക്കൂ. The wise men thought and thought but couldn't make head or tail of it. പണ്ഡിതന്മാർ ആലോചിച്ച് വശക്കേടായി. എന്നിട്ട് ഇതിൻ്റെ തുമ്പും വാലും പിടികിട്ടിയില്ല അവർക്ക്. A few days later, കുറച്ച് ദിവസത്തിന് ശേഷം, when the thing was lying on a window sill, a hen flew in and pecked at it till she made a hole in it. അപ്പോൾ ഈ ജനാലക്കരികെ ഈ സംഭവം വെച്ചേക്കായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കിയാൽ, അവിടേക്കൊരു പെടക്കോഴി പറന്ന് ചെന്ന് അതുമ്മ കൊത്തി ഒരു ഓട്ട ഉണ്ടാക്കിയതിൽ. അപ്പോൾ ദെൻ എവരി വൺ സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. അങ്ങനെയാണ് എല്ലാവർക്കും ഇത് മനസ്സിലായത്, ഇതൊരു ധാന്യമണിയാണ്, അതുകൊണ്ടാണ് കോഴി കൊത്തി തിന്നാനായിട്ട് ശ്രമിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. The wise men went to the king and said, "It's a grain of corn." അപ്പോൾ പണ്ഡിതന്മാർ രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതൊരു ചോളമണിയാണ്. At this the king was much surprised. He ordered the learned men to find out when and where such a corn grew. അത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ആജ്ഞാപിച്ചു ലേൺമെന്നോട്, എവിടെയാണ് ഏത് കാലഘട്ടങ്ങളിലാണ് ഇത്രയും വലിയ ധാന്യം, ചോളം വളരുന്നത്. The learned men pondered again and searched in their books but could find nothing about it. So they returned to the king and said, പണ്ഡിതന്മാർ തങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ പരതി കുറേ വായിച്ചു, അവിടെ ഇവിടെ എല്ലായിടത്തും തപ്പി, ഒരു രക്ഷയില്ല, അവർക്കൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഏത് കാലഘട്ടങ്ങളിലാണെങ്കിൽ ഏത് സീസണിലാണ് ഇത്രയും വലിയ ചോളം വളരുന്നത്, എവിടെയാണ് ഇത്രയും വലിയ ചോളം വളരുന്നത്, അവർക്കിതൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, "We can give you no answer. We have no answer to say." ഞങ്ങൾക്കൊരു മറുപടി തരാൻ സാധിക്കുന്നില്ല പ്രഭോ. ദർ ഇസ് നത്തിങ് അബൌട്ട് ഇറ്റ് ഇൻ അവർ ബുക്സ്. ഇതിനെക്കുറിച്ച് ഒന്നും ഞങ്ങളുടെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നില്ല. യു വിൽ ഹാവ് ടു ആസ്ക് ദ പെസൻസ്.
താങ്കൾ കർഷകരെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കൂ. പെർഹാപ്സ് ഒരു പക്ഷേ സം ഓഫ് ദം മേ ഹാവ് ഹേർഡ് ഫ്രം ദെയർ ഫാദേഴ്സ് വെൻ ആൻഡ് വേർ എ ഗ്രെയിൻ ഗ്രൂ ടു സച്ച് എ സൈസ്. ഒരു പക്ഷേ ചിലരെങ്കിലും തങ്ങളുടെ പാരൻസിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ ചോദിച്ചോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും ഇത്രയും വലിയ ചോളമൊക്കെ എവിടെയാണ് വളരുന്നതെന്നൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരാനായിട്ട് സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. സോ ദ കിങ് ഗേവ് ഓർഡേഴ്സ് ദാറ്റ് സം വെരി ഓൾഡ് പെസൻറ്റ് ഷുഡ് ബി ബ്രോട്ട് ബിഫോർ ഹിം. അപ്പോൾ രാജാവ് ആജ്ഞാപിച്ചു. എന്താണ് പറഞ്ഞത്? വളരെയധികം പ്രായം ചെന്ന കർഷകരെയൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ഹിസ് സെർവൻസ് ഫൗണ്ട് വൺ സച്ച് മാൻ ആൻഡ് ബ്രോട്ട് ഹിം ടു ദി കിങ്. അപ്പോൾ ഭയങ്കര ഓൾഡായിട്ടുള്ള പെസൻസിനെയാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തി. രാജാവിൻ്റെ ഭടന്മാർ ഒരാളെ കണ്ടെത്തി. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻറ്റ്. ആൾ നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു, ആകെ വളഞ്ഞ് കൂടിയാണ് വന്നിരുന്നത്. പെയിൽ ആൻഡ് ടൂത്ത്ലെസ്, വിളറി വെളുത്ത് പല്ലൊക്കെ പോയി, അങ്ങനെയാണ് ആ വ്യക്തിയുടെ അവസ്ഥ. ഹീ കുഡ് ജസ്റ്റ് മാനേജ് ടു ടോട്ടർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. 2 ക്രച്ചസൊക്കെ വെച്ചിട്ട് പതുക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇഴഞ്ഞ പോലെയാണ് ആൾ ഈ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദി ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. രാജാവ് ഈ ധാന്യമണി കാണിച്ചു കൊടുത്തു. പക്ഷേ ഈ പ്രായമായ മനുഷ്യനത് നേരെ കാണാനായിട്ട് സാധിച്ചില്ല, കാരണം കാഴ്ചക്കുറവുണ്ട്. ഹീ ടുക്ക് ഇറ്റ് ഹൗഎവർ ആൻഡ് ഫെൽറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ്. എങ്ങനെയായാലും ആളത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതിങ്ങനെ ടച്ച് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കി. ദ കിങ് ക്വസ്റ്റ്യൻഡ് ഹിം സെയിങ്. രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാൻ യു ടെൽ us ഓൾഡ് മാൻ വേർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ? താങ്കൾക്ക് പറയാമോ എവിടെയാണ് ഇങ്ങനത്തെ ധാന്യം വളരുന്നത്? ഹാവ് യു എവർ ബോട്ട് സം സച്ച് കോൺ ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? താങ്കൾ ഇങ്ങനത്തെ ചോളം മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിതച്ചിട്ടുണ്ടോ? താങ്കളുടെ വയലിൽ വിതച്ചിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. അപ്പോൾ നമ്മുടെ ഈ കർഷകന് ഇദ്ദേഹം കുറച്ച് ചെവി പതുക്കിയാണ്, വളരെ കഷ്ടപ്പെട്ടാണ് രാജാവ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയെടുത്തത്. നോ, ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. അയ്യോ ഇല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഐ നെവർ സോഡ് നോ റീപ്ഡ്. സോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, റീപ്പ് കൊയ്യുക. എനി ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്സ് നോ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്. ഞാൻ ഒരിക്കലും ഇത്രയും വലിപ്പമുള്ള ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. വെൻ വി ബോട്ട് കോൺ ദ ഗ്രെയിൻസ് വർ ഓൾവേസ് ആസ് സ്മോൾ ആസ് ദേ ആർ നൗ. ഞങ്ങൾ ചോളം മേടിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ പോലെ തന്നെ ചോളാണ് ഞങ്ങൾ മേടിക്കുകയും വിതയ്ക്കുകയും കൊയ്യൊക്കെ ചെയ്തിരിക്കണേ. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ. പക്ഷേ താങ്കൾ അങ്ങ് എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്കിക്കോളൂ. ഹി മൈറ്റ് നോ വേർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ. ചിലപ്പോൾ അച്ഛന് പറയാൻ പറ്റുമായിരിക്കും എവിടെയാണ് ഇത്രയും വലിയ ചോളം വളരുന്നത് എന്ന്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പം മുത്തശ്ശൻ. The king sent for the old man's father and he was brought before him. രാജാവ് ഈ വയസ്സായിട്ടുള്ള ആളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വിട്ടു. അദ്ദേഹം വന്നു. ഹി കെയിം വാക്കിംഗ് ഓൺ 1 crutch. അദ്ദേഹത്തിന് ഒരു ക്രച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ആൻഡ് ദി ഓൾഡ് പെർസൺ ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഈ ധാന്യം കാണിച്ചു കൊടുത്തു. അപ്പോൾ മുത്തശ്ശന് നന്നായിട്ട് കാഴ്ചയ്ക്കുണ്ട്. അദ്ദേഹം ഇത് കണ്ടു. ആൻഡ് ദി കിങ് ആസ്ക്ഡ് ഹിം, ക്യാൻ യു ടെൽ us ഓൾഡ് മാൻ വേർ എ കോൺ ലൈക്ക് ദിസ് യൂസ് ടു ഗ്രോ? ഹാവ് യു എവർ ബോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? അപ്പോൾ രാജാവ് ചോദിച്ചു, താങ്കൾക്ക് പറയാൻ കഴിയുമോ എവിടെയാണ് ഇത്രയും വലിയ ധാന്യം വളരുന്നത്? താങ്കളുടെ കാലഘട്ടങ്ങളിൽ താങ്കളിത് ഇങ്ങനത്തെ മേടിക്കുകയോ അല്ലെങ്കിൽ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? Though the old man was rather hard of hearing, he could hear better than his son. ആൾക്ക് ചെവി ഇച്ചിരി പതുക്കെയാണെങ്കിലും ആളുടെ മകനേക്കാൾ നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി നോക്കൂ കൂട്ടുകാരെ. നോ, he said. ഇല്ല, എനിക്കറിയില്ലല്ലോ. ഐ നെവർ സോഡ് നോ റീപ്ഡ്
any grain like this in my field. ഞാൻ ഇങ്ങനത്തെ ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. As for buying, I never bought any, for in my time money was not yet in use. പിന്നെ വാങ്ങാനാണെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ വാങ്ങലൊന്നുമില്ല. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എവ്രി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ. എല്ലാവരും അവനവൻ്റെ ആവശ്യമായിട്ടുള്ള ധാന്യം അവനോ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആൻഡ് വെൻ ദർ വാസ് എനി നീഡ് വി ഷെയർഡ് വിത്ത് വൺ അനദർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ഐ ഡു നോട്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് കോൺ ഗ്രൂ. എനിക്കറിയില്ല അങ്ങനെ എവിടെയാണ് ഇത്രയും വലിയ ചോളം വളരുന്നത് എന്ന്. അവോസ് വാസ് ലാർജർ ആൻഡ് yielded more flour than the present day grain, but I never saw any like this. ഞങ്ങളുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കാളും ഇത്തിരിയും കൂടെ വലിപ്പമുള്ള ചോളമായിരുന്നു. കൂടുതൽ ചോള മാവ് തരുന്ന, പൊടിച്ചാൽ കൂടുതൽ മാവ് തരുന്ന, പൊടി കിട്ടുന്ന ചോളമായിരുന്നു. ഇതേപോലത്തെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. I have however heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. അപ്പോൾ ഈ മുതുമുത്തശ്ശൻ പറയാണ് എന്താണ്, എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നു. അവരുടെ കാലഘട്ടങ്ങളിൽ നല്ല വലിപ്പമുള്ള ധാന്യമായിരുന്നു, നല്ല വിളവുണ്ടായിരുന്നു. ആ സമയത്ത് ആ ധാന്യങ്ങളിൽ നിന്ന് ഒരുപാട് മാവ് പൊടി കിട്ടുന്ന വലിയ ധാന്യമണികളായിരുന്നു എന്ന് കേട്ടത് എനിക്ക് ഓർമ്മ വരുന്നു. താങ്കൾ അങ്ങ് എൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഇതാ ഈ മുത്തശ്ശൻ്റെ അച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ട്. സോ ദ കിങ് സെൻഡ് ഫോർ ദി ഓൾഡ് മാൻസ് ഫാദർ. അപ്പോൾ രാജാവ് വേഗം തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. അവരദ്ദേഹത്തെ കണ്ടെത്തി ഭടന്മാർ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. He entered, walking easily and without crutches. അദ്ദേഹം മുതുമുത്തശ്ശൻ എങ്ങനെ നടന്നു വന്ന കൂട്ടുകാരെ? ഒരു ക്രച്ചസും ഉണ്ടായിരുന്നില്ല. നല്ല ഈസി ആയിട്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ആൾ നടക്കണത്. ഒരു കുഴപ്പമില്ല ആൾക്ക്. ഹിസ് ഐസ് വർ ക്ലിയർ. കണ്ണൊക്കെ നല്ല കാഴ്ചയുണ്ട്. ഹിസ് ഹിയറിങ് ഗുഡ്. നന്നായിട്ട് ചെവി കേൾക്കാം. ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്റ്റ്ലി. നല്ല വ്യക്തമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് ഈ ഗ്രെയിൻ കാണിച്ചു കൊടുത്തു. ആൻഡ് ദി ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അപ്പോൾ ഈ മുതുമുത്തശ്ശൻ ഇതിലേക്ക് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് എബൌട്ട് ഇൻ ഹിസ് ഹാൻഡ്. എന്നിട്ടത് എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കി. ഇറ്റ് ഈസ് ലോങ് സിൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രെയിൻ സെഡ് ഹി ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. അയ്യോ, എത്ര കാലമായി ഞാൻ ഇത്രയും വലിയൊരു ഈ ധാന്യമണി കണ്ടിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ആൾ പൊട്ടിച്ചിട്ട് ടേസ്റ്റ് ചെയ്തു. ഇറ്റ്സ് ദ വെരി സെയിം കൈൻഡ് ഹി ആഡ്. ഇതാ തന്നെ എന്ന് ആൾ പറഞ്ഞു. നെക്സ്റ്റ് ദ കോൺ. ഇനി നോക്കാം ചോളം. ടെൽ മി ഗ്രാൻഡ് ഫാദർ, ബിഗാൻ ദ കിങ്, വെൻ ആൻഡ് വേർ വാസ് സച്ച് കോൺ ഗ്രോൺ? ഹാവ് യു എവർ ബോട്ട് any like it or sown it in your fields? രാജാവ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. പറയൂ മുത്തശ്ശ, എവിടെയാണ് ഇത്രയും വലിയ ധാന്യം അല്ലെങ്കിൽ ചോളം വളരുന്നത്? താങ്കളുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ വാങ്ങുകയോ അതുപോലെ തന്നെ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ദി ഓൾഡ് മാൻ റിപ്ലൈഡ്. അപ്പോൾ മുതുമുത്തശ്ശൻ മറുപടി പറഞ്ഞു. റിപ്ലൈഡ്, ആൻസേർഡ്, കോൺ ലൈക്ക് ദിസ് യൂസ് ടു ഗ്രോ എവ്രിവെയർ ഇൻ മൈ ടൈം. എൻ്റെ കാലഘട്ടങ്ങളിൽ സ്ഥിരം ഇങ്ങനത്തെ ഇത്രയും വലിപ്പമുള്ള ഈ ചോളമാണ് വളർന്നിരുന്നത്. ഐ ലീവ്ഡ് ഓൺ കോൺ ലൈക്ക് ദിസ് ഇൻ ദ ഡേയ്സ് ഓഫ് മൈ യൂത്ത് ആൻഡ് ഫെഡ് അതേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഞാൻ ഇവ കഴിച്ചിട്ടാണ് വളർന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ് ടു സോ, റീപ്പ് ആൻഡ് ത്രഷ്. ഇങ്ങനത്തെ ചോളമാണ് ഞങ്ങൾ വിതയ്ക്കുകയും കൊയ്യുകയും മെതിക്കുകയും, ത്രഷ് എന്ന് പറഞ്ഞാൽ മെതിക്കുകയും ചെയ്തിരുന്നത്. ആൻഡ് ദ കിങ് ആസ്ക്ഡ്, ടെൽ മി ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? താങ്കൾ പറയൂ. രാജാവ് ചോദിക്കുകയാണ് കേട്ടോ, താങ്കളിത് മേടിച്ചതാണോ? ഇങ്ങനത്തെ മേടിക്കാറാണോ പതിവ്? അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാറാണോ പതിവ്? അത് കേട്ടപ്പോൾ കൂട്ടുകാരെ ഈ മുതുമുത്തശ്ശൻ ഒന്ന് ചിരിച്ചു. ദി ഓൾഡ് മാൻ സ്മൈൽഡ്. ഇൻ മൈ ടൈം ഹി ആൻസേർഡ്. എൻ്റെ കാലഘട്ടത്തിൽ നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്. അന്നം വിൽക്കുക, വാങ്ങുക എന്നുള്ള പാപം ആരും ചെയ്യാറില്ല. ആർക്കും അങ്ങനെ ചിന്ത പോലുമില്ല.
ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി. പിന്നെ കൂടാതെ ഞങ്ങൾക്ക് കാശ് എന്താണെന്ന് അറിയും കൂടി ഉണ്ടായിരുന്നില്ല. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. ഓരോരുത്തർക്കും അവനവന് ആവശ്യമായിട്ടുള്ള ധാന്യം ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ദെൻ ടെൽ മീ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ കിങ്. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്കിൽ പറയൂ, വേർ വാസ് യുവർ ഫീൽഡ്? എവിടെയായിരുന്നു നിങ്ങളുടെ വയൽ? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? എവിടെയാണ് നിങ്ങൾ ഇത്രയും വലിയ ചോളം വിളയിച്ചത്? ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻസേർഡ്. അപ്പോൾ മുതുമുത്തശ്ശി ഉത്തരം പറയാണ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. എൻ്റെ വയൽ ദൈവത്തിൻ്റെ ഈ ഭൂമിയാണ്. വേറെവർ ഐ പ്ലവ്ഡ്. എവിടെയാണോ ഞാൻ ഉഴുതുമറിച്ചത്, ഇറ്റ് വാസ് മൈ ഫീൽഡ്. അതായിരുന്നു എൻ്റെ വയൽ. ലാൻഡ് വാസ് ഫ്രീ. ഭൂമി ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഈസ് ഓൺ. ഭൂമി ആരും തൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചില്ല. ലേബർ വാസ് ദി ഓൺലി തിങ് മെൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനം മാത്രമാണ് അവനവൻ്റെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്. ഭൂമി ആർക്കും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പറമ്പിൽ ഞാൻ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറമ്പിനൊരു ഉടമസ്ഥനില്ല. നമുക്ക് കൃഷി ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ് കൂട്ടുകാരെ, ഓരോ സെൻറ്റും ഓരോ ഇഞ്ചും മനുഷ്യൻ മുറിച്ചെടുത്തു അല്ലേ. ഈ 10 സെൻറ്റ് എൻ്റെയാണ്, ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആ 1 ഏക്കർ എൻ്റെയാണ്, അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അപ്പോൾ ഇന്ന് ഭൂമി ഓരോരുത്തരും അളന്ന് തിട്ടപ്പെടുത്തി മുറിച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അടുത്ത് നോക്കൂ കൂട്ടുകാരെ, ആൻസർ മീ 2 more questions സെഡ് ദ കിങ്. രാജാവ് പറഞ്ഞു, 2 ക്വസ്റ്റ്യനും കൂടെ ഉത്തരം നൽകണം. ഫസ്റ്റ് ഇസ്, വൈ ഡിഡ് ദി എർത്ത് ബെയർ സച്ച് ഗ്രെയിൻ ദെൻ ആൻഡ് ഹാസ് സീസ്ഡ് ടു ഡു സോ നൗ? എന്തുകൊണ്ടാണ് ഭൂമി അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ധാന്യങ്ങൾ വിളയിക്കുകയും ഇന്ന് അത് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നത്? ആൻഡ് ദ സെക്കൻഡ് ഇസ്, വൈ ഡസ് യുവർ ഗ്രാൻഡ് സൺ വാക്ക് വിത്ത് 2 crutches, യുവർ സൺ വിത്ത് 1 ആൻഡ് യു യുവർ സെൽഫ് വിത്ത് നൺ? രാജാവ് ചോദിച്ച ഈ ചോദ്യം എല്ലാവരും ബൈഹാർട്ട് ചെയ്യണേ, നല്ല ചോദ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് താങ്കളുടെ പേരക്കുട്ടി 2 crutchesലും താങ്കളുടെ മകൻ ഒരെണ്ണത്തിലും താങ്കൾ ഒന്നുമില്ലാതെയും നടക്കുന്നത്? യുവർ ഐസ് ആർ ബ്രൈറ്റ്. താങ്കളുടെ കാഴ്ച, താങ്കൾക്ക് നല്ല കാഴ്ചയുണ്ട്. യുവർ ടീത്ത് സൗണ്ട്, നല്ല പല്ലുകളാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളാണ്. ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ, താങ്കൾ വളരെ സ്ഫുടമായി സംസാരിക്കുന്നു. ആൻഡ് പ്ലസൻറ്റ് ടു ദി ഇയർ, കേൾക്കാൻ നല്ല ഈണമുണ്ട്, നല്ല രസമാണ് താങ്കളുടെ സംസാരം കേൾക്കാൻ. ഹൗ ഹാവ് ദീസ് തിങ്സ് കം അബൌട്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്? ആൻഡ് ദി ഓൾഡ് മാൻ ആൻസർഡ്. അപ്പോൾ നമ്മുടെ മുതുമുത്തശ്ശൻ മറുപടി പറഞ്ഞു, ദീസ് തിങ്സ് ആർ സോ ബിക്കോസ് മെൻ ഹാവ് സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ ആൻഡ് ഹാവ് ടേക്കൺ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നത് അങ്ങോട്ട് നിർത്തി, സ്റ്റോപ്ഡ്. എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇൻ ഓൾഡൻ ടൈംസ് മെൻ ലീവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. പണ്ട് കാലത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ. അതുകൊണ്ട് അവർക്ക് എന്താണ്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കവറ്റഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. മറ്റുള്ളവർ എന്ത് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പാദിപ്പിച്ച ഇത് തട്ടിയെടുക്കാനൊന്നും അവർ ചെന്നില്ല. ആരെയും ഉപദ്രവിക്കാനോ ആരുടെയും ധാന്യശേഖരം തട്ടിപ്പറിക്കാനോ ഒന്നും ചെന്നില്ല. ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ കൊടുക്കാനാണ് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച്, ഗോഡ്സ് ലോ, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ് അന്ന് കാലത്ത് ജനങ്ങൾ ജീവിച്ചത്. കഠിനാധ്വാനം ചെയ്ത്, സ്വയം അധ്വാനിച്ച്, അവരവർക്കുള്ളത് സ്വയം അധ്വാനിച്ച് ഉൽപ്പാദിപ്പിച്ചാണ് അന്നത്തെ കാലത്തെ ആളുകൾ ജീവിച്ചത്. ഇന്ന് നമ്മൾ ബംഗാളീനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും വെച്ചിട്ട് പണിയെടുക്കുന്നു, നമ്മൾ സുഖമായിട്ട് വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം അതാണ് കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ടാണ് അധ്വാനമാണ് ഏറ്റവും പ്രധാനം, അവനവൻ അധ്വാനിക്കണം എന്ന മെസ്സേജാണ് ഈ പാഠഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്.